കോക്രോച്ച് ജനതാ പാർട്ടി സമരപ്പന്തലിൽ നിന്നും സോനം വാങ്ചുക്കിനെ ആശുപത്രിയിൽ എത്തിച്ച സർക്കാർ നടപടിയിൽ തെറ്റില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്നും വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കണമെന്ന് വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആഗ്മോയുടെ ഹർജിയിൽ ഇടപെടാൻ കോടതി ഇതേസമയം വിസമ്മതിച്ചു. വിഷയത്തിൽ 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടതിനാൽ അതുവരെ വാങ്ചുക്കിനെ ആശുപത്രി മാറ്റാൻ കഴിയില്ല. അതേസമയം നാളെ CJP ആഹ്വാനം ചെയ്ത പാർലമെന്റ് മാർച്ച് നടക്കാനിരിക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികളടക്കമുള്ളവർ ഡൽഹി ജന്തർ മന്ദറിൽ നിറഞ്ഞു കവിയുകയാണ്. നാളെയാണ് CJP പ്രഖ്യാപിച്ച പാർലമെന്റ് മാർച്ച്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന ദിവസം തന്നെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ എത്തണമെന്നാണ് വിദ്യാർത്ഥികളോട് CJP സ്ഥാപകനായ അഭിജിത് ദീപ്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഡൽഹി ജന്തർ മന്ദറിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സോനം വാങ്ചുക്കിനെതിരായ പോലീസ് നടപടിക്ക് പിന്നാലെ ജന്തർ മന്ദറിലെ സമരപന്തലിന് കനത്ത കാവലാണ് വിദ്യാർത്ഥികൾ ചേർന്ന് ഒരുക്കിയിരുന്നത്. അഭിജിത് ദീപ്കെക്കെതിരെയും സമാനമായ നടപടി ഉണ്ടായേക്കുമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആശങ്ക. എന്തായാലും പോലീസ് മറ്റു നടപടികളിലേക്ക് കടന്നില്ല. പക്ഷേ വിദ്യാർത്ഥികൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ജന്തർ മന്ദറിലേക്ക് എത്തിത്തുടങ്ങുകയാണ്. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് ഡൽഹി ജന്തർ മന്ദറിലും ഉള്ളത്. അതേസമയം അഭിജിത് ദീപ്കെയുടെ ആഹ്വാനപ്രകാരം വിദ്യാർത്ഥികൾ എത്തിയതിന് പിന്നാലെ അവർക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും CJP ഭാരവാഹികൾ നടത്തുന്നുണ്ട്. സോനം വാങ്ചുക്കിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടപടി ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. അടിയന്തര പ്രാധാന്യത്തോടുകൂടി വിഷയം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സോനം വാങ്ചുക്കിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഹാജരായത്. തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ എന്താണ് സർക്കാരിന് തടസ്സമെന്നായിരുന്നു കപിൽ സിബൽ ഉന്നയിച്ച ചോദ്യം. എന്നാൽ ഈ വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്ര സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി. 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. അതുവരെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും എല്ലാം തന്നെ അവിടെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ പരിചരിക്കാനും അവസരമൊരുക്കണമെന്നും കോടതി വാക്കാൽ നിർദ്ദേശിച്ചു. കൂടാതെ ഇദ്ദേഹത്തിന് മരുന്ന് നൽകുന്നതിൽ വഴിയുള്ള അല്ലെങ്കിൽ വായിലൂടെ കഴിക്കാവുന്ന തരത്തിലുള്ള മരുന്നുകൾ നൽകുന്നതിന് അദ്ദേഹത്തിന്റെ സമ്മതവും ആവശ്യമാണ് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം 1 മാസം പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള പിന്തുണ അവർക്ക് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ CJPയുടെ സമരത്തെ പിന്തുണച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. ക്യാമറാമാൻ ജഗദീഷ് ബിഷ്ണുനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.